സിനിമയുടെ എന്തുകൊണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം? എനിക്ക് ഒരുപാട് ലക്ഷ്യ വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് വാഹനങ്ങൾ. ഇത് ഭാവിയിൽ എപ്പോഴും സെൽഫ് റോഡ് ആവില്ല. ഇപ്പൊ വീടെടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കൽ നമ്മളത് മനഃപൂർവ്വം സാധനം ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ അല്ലാത്ത മനസ്സിലാവുകയും നമ്മളെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്യാരക്ടർ ചെയ്യുന്നത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതായത് ഒരു മോശം നടന്നോ മോശം വ്യക്തിയോ അല്ല. കൈതിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. എന്റെ അത് തന്നെ ഇതിൽ തന്നെ അറിയേണ്ടതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെപ്പറ്റി അത്ര ടെൻഷൻ ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് പഠിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആക്ടറുണ്ടായ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റും അതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ ഫോക്കസ് മാറി പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വരുന്നത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാൻ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ലാലേട്ടൻ്റെ പടങ്ങൾ ഹണിബി പോലത്തെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും എപ്പോഴും വൈബ്രൻ്റ് ആണ്, കളർഫുൾ ആയിരിക്കും. ഈ സിനിമയും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് താരം അതുപോലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു നായകൻ്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണോ ഇത് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു? തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേക എടുത്ത് വയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ലാലിന്റെ സിനിമകളെല്ലാം ഭയങ്കര എന്നായിട്ട് അല്ലെങ്കിൽ എന്നായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു ടേസ്റ്റ് എന്താണ് അത്ര എന്നായിട്ട് വരുന്നത്? മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചതേ ശരിക്കും ഇതാണ് ശരിക്കും നമുക്ക് തരുന്ന ഓരോ കഥാപാത്രങ്ങൾ അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റി നമ്മൾക്ക് ഈ സാധനം മനസ്സിൽ തന്നെ കിടപ്പുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ കാണിക്കാൻ ഇതിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള സ്വയം വളർത്തി ഉണ്ടാക്കിയുള്ള മീശൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നമ്മൾ നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അധികം ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ് അയാൾ. ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്.